ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് കോടതി മുറിയാണ്. കോടതി മുറിയിലെ വിക്രത്തിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കല്യാണിയും കിരണും അവിടെ ഇരിക്കുകയാണ്. പ്രകാശനും ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദേവകിയമ്മയും ദേവകിയമ്മയുടെ മകൾ ശരണ്യയും അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ വക്കീല് വാദിച്ചു തുടങ്ങാണ്. വിക്രത്തിന്റെ വക്കീലും ആദ്യം തന്നെ ആ വക്കീല് പറയുന്നുണ്ട്, ദേവകി അമ്മയെ ഒന്നും കൂടി വിസ്തരിച്ചാൽ കൊള്ളാമെന്ന് പറയുമ്പോൾ ശരിയെന്ന് പറയുന്നു ജഡ്ജി. അങ്ങനെ ദേവകി അമ്മയെ വിളിച്ചു വരുത്തുന്നുണ്ട്. അതേ സമയത്ത് ദേവകി അമ്മയോടായിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അന്ന് മാല മോഷ്ടിച്ചു എന്ന് പറയുന്ന ഈ പ്രതി അന്ന് ഹെൽമെറ്റ് ധരിച്ചിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വ്യക്തമായി ഓർമ്മയില്ല, എനിക്ക് അങ്ങനെ കണ്ടതായിട്ട് ഓർമ്മയില്ല എന്ന് പറയുന്നുണ്ട്. അതേ സമയത്ത് കല്യാണിയും കിരണും ഒന്ന് ഞെട്ടുന്നുണ്ട്. ഇവരെന്താ ഇങ്ങനെ പറയുന്നത് എന്നാലോചിച്ചിട്ട് അതിനുശേഷം അപ്പോൾ നിങ്ങൾക്ക് കണ്ണിന് കാഴ്ചയില്ല, തിമിരത്തിന്റെ ഓപ്പറേഷൻ ഇപ്പം അടുത്ത് തന്നെ ഉണ്ടാകുമെന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അത് എനിക്ക് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതാ തന്നെയല്ലേ പ്രതി എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. 2 പേര് ബൈക്കിലുണ്ടായിരുന്നു. അതിൽ വണ്ടി ഓടിച്ചിരുന്നവൻ മാത്രമാണ് ഹെൽമെറ്റ് ധരിച്ചിരുന്നത്. പുറകിലിരുന്നവൻ ഹെൽമെറ്റ് ധരിച്ചിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതുപോലെ തന്നെ ഫ്രണ്ടിലിരുന്നവനാണ് എൻ്റെ മാല പൊട്ടിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് കേട്ട് ആകെ തകർന്നു പോവുകയാണ് കല്യാണിയും കിരണും. അപ്പോൾ നേരെ വിക്രത്തിന് അനുകൂലമായി തന്നെ ദേവകി അമ്മ മൊഴി പറയുകയാണ്. അങ്ങനെ അത് കേൾക്കുമ്പോൾ പ്രകാശനൊക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അതുപോലെ തന്നെ കോടതി വിധി നമ്മുടെ വിക്രത്തിന് അനുകൂലമായി തന്നെ വരികയാണ്. വിക്രത്തിനെ വെറുതെ വിട്ടയക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ദേവകിയമ്മയും അതുപോലെ തന്നെ ആ ശരണ്യ എന്ന് പറയുന്ന മകളും കൂടി കോടതിയിൽ നിന്നും ഇറങ്ങി വരുന്ന സമയത്ത് കല്യാണിയും കിരണും അവിടെ ടെൻഷൻ അടിച്ച് പുറത്ത് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവരുടെ മുന്നിലൂടെ ഒന്നും പറയാതെ ഇങ്ങനെ തലയും കൊമ്പിട്ട് അവർ പോവാൻ നിൽക്കുന്ന നേരത്ത് അമ്മ അവിടെ ഒന്ന് നിന്നേ എന്ന് കല്യാണി പറയുന്നുണ്ട്. അതേ സമയത്ത് ആ ദേവകിയമ്മ അവിടെ നിൽക്കാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തിനാ എന്നോട് ഇത്രയും വലിയ ചതി ചെയ്തത്? അമ്മയുടെ മാലയാണ് മോഷ്ടിക്കാൻ ശ്രമിച്ചത്. ഞാനാണ് അമ്മയെ, എൻ്റെ സഹോദരനായിട്ട് പോലും ഞാൻ അവന് ജയിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയാണ് ചെയ്തത്. എന്തിനാ ഇങ്ങനെ ഒരു ചതി ചെയ്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഒന്നും മിണ്ടാതെ നിൽക്കാണ്. അതേ സമയത്ത് ഞങ്ങൾക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പോവണ്ട, ഇവർ കല്യാണി ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് കിരൺ പറയുമ്പോൾ ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് പറയുന്നു. അതേ സമയത്ത് തന്നെ അവിടേക്ക് പ്രകാശനും വിക്രവും എത്തുന്നുണ്ട്. അപ്പോൾ അവരാണെങ്കിൽ അവിടെ നിന്ന് ചിരിക്കാണ്. അപ്പം അങ്ങനെ അവരവിടെ നിന്നും പോകുന്നുണ്ട്. ദേവകി അമ്മയും മകൾ അവിടെ നിന്നും പോവുകയാണ്. അതേ സമയത്ത് പ്രകാശം പറയുന്നുണ്ട്, എന്താ വിചാരിച്ചത് നീ എൻ്റെ മകനെ എല്ലാ കാലവും ജയിലിടാന്നാണോ നീ വിചാരിച്ചത് എന്നൊക്കെ ചോദിച്ച് അങ്ങനെ പ്രകാശന്റെ ഒരു അട്ടഹാസം തന്നെയാണ് അവിടെ നടത്തുന്നത്. അതേ സമയത്ത് കല്യാണിക്കും കിരണിനും ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ പറയുന്നുണ്ട്, എന്തായാലും രാജകുമാരനായി വളർത്താൻ നോക്കിയതാണ് നിങ്ങളുടെ മകനെ, എന്നിട്ട് കള്ളനായി, എല്ലാവരും അറിയപ്പെടുന്ന ഒരു കള്ളനായി, അതിനെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കിരൺ വഴക്കുണ്ടാക്കുന്നുണ്ട്. അതേ സമയത്ത് പറയാണ്, എന്തായാലും ഞാൻ ജയിലിൽ പോകുന്നത് കാണാൻ വന്നതല്ലേ നിങ്ങൾ, ഇപ്പം എന്തായി, എൻ്റെ റിമാൻഡ് കഴിഞ്ഞു, എന്നെ വെറുതെയും വിട്ടയച്ചു, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് കോടതിക്ക് വ്യക്തമായി മനസ്സിലായതുകൊണ്ടാണ് എന്നെ വെറുതെ വിട്ടയച്ചത് എന്നൊക്കെ പറഞ്ഞ് വിക്രം അങ്ങനെ വലിയ രീതിയിൽ അട്ടഹസിക്കാണ്. അങ്ങനെ ഒന്നും പറയാനാകാതെ ഇതിനൊക്കെ നീ അനുഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവരവിടെ നിന്നും പോകുന്നുണ്ട്. അങ്ങനെ കളിയാക്കുന്നുണ്ട്. അവിടെ നമ്മുടെ കല്യാണിയുടെ ഒക്കെ വക്കീൽ അവിടേക്ക് വരുമ്പോൾ വക്കീലിനെയും കളിയാക്കിയിട്ടാണ് പ്രകാശനും നമ്മുടെ വിക്രം അവിടെ നിന്നും പോകുന്നത്. അതിനുശേഷം വക്കീല് കല്യാണിയോട് പറയുന്നുണ്ട്, എങ്കിലും ആ അമ്മ ഇങ്ങനെ വാക്ക് മാറ്റി പറയുമെന്ന് വിചാരിച്ചില്ല, ഇങ്ങനെ ചതിക്കുമെന്ന് വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ വക്കീലിനോടായിട്ട് കല്യാണി പറയാണ്, അത് സാരില്ല, എന്തായാലും ഈ കോടതി എന്ന് പറയുന്നത് മനുഷ്യന്മാരുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, അവന് ദൈവത്തിന്റെ മുന്നിൽ എന്തായാലും ശിക്ഷ ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണിയും കിരണും അവിടെ നിന്നും പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ദേവകി അമ്മയും മകളും വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ ദേവകിയമ്മ മകളോടായിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ നീ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവിടെ മൊഴി മാറ്റി പറഞ്ഞത്, അവനെ വെറുതെ വിട്ടത് അതുകൊണ്ടാണ്, ആ കല്യാണി മോളാണ് എന്നെ രക്ഷപ്പെടുത്തിയത്, അവരുടെ മുന്നിൽ അവരുടെ ചോദ്യത്തിന് മുന്നിൽ ഞാൻ ഒന്നും മിണ്ടാതെ ഉരുകി പോവുകയാണ് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അത് സാരില്ല അമ്മേ, തൽക്കാലം ഇപ്പോൾ അവൻ ജയിക്കട്ടെ, അതിനുള്ള മറുപടി ഞാൻ പിന്നീട് കൊടുത്തോണ്ട് അവനക്ക് എന്ന് പറയുന്നുണ്ട്. മോൾ എന്താ ഉദ്ദേശിക്കുന്നത്, മോൾ എന്താ ഇപ്പം അവനങ്ങനെ മൊഴി മാറ്റി പറയാൻ എന്താ കാരണം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ശരണ്യ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ ശരണ്യ തലേ ദിവസം ഈ കോടതിയുടെ തലേ ദിവസം വിക്രത്തിനെ കാണാൻ വേണ്ടി പോയിരുന്നു. അങ്ങനെ വിക്രം പുറത്തേക്ക് വരുന്ന സമയത്ത് വിക്രം ചോദിക്കുന്നുണ്ട്, ആരാ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ മാലയാണ് നിങ്ങൾ മോഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ വിക്രം ഒന്ന് പേടിക്കുന്നുണ്ടെങ്കിലും
നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഞാൻ അന്വേഷിച്ചു, നിങ്ങൾ ഡൈവേഴ്സ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അതേ എന്ന് പറയുന്നുണ്ട്. എൻ്റെ അമ്മ നാളെ നിങ്ങൾക്ക് വേണ്ടി മൊഴി മാറ്റി പറയും, നിങ്ങളെ വെറുതെ വിട്ടയക്കാം എന്ന് ശരണ്യ പറയുന്നുണ്ട്. അപ്പോൾ വിക്രം സന്തോഷിക്കുകയാണ്. വിക്രം ചോദിക്കുന്നുണ്ട്, സത്യമാണോ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയാണ്. പക്ഷേ ഇതിന് ഉപകാരമായി എനിക്കൊരു കാര്യം ചെയ്തു തരണമെന്നും കൂടി വിക്രം പറയുമ്പോൾ എന്താ കാര്യമെന്ന് ശരണ്യ പറയുമ്പോൾ എന്താ കാര്യമെന്ന് വിക്രം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അതെ, ഞാനും ഇതുപോലെ ദാമ്പത്യം തകർന്നു നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പം നമ്മൾ രണ്ടുപേരും ഒരുപോലെ ആയതുകൊണ്ട് നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടണം എന്ന് പറയുന്നുണ്ട്. അതേ സമയത്ത് വിക്രം ചോദിക്കുകയാണ്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, എങ്കിലും ഞാൻ എന്തിനാ നിങ്ങളുടെ കഴുത്തിൽ താലി കെട്ടുന്നത്? നിങ്ങളുടെ അമ്മയുടെ മാല മോഷ്ടിച്ചൊരു കള്ളനാണ് ഞാൻ. അപ്പോൾ എന്നിട്ട് എന്തിനാ ഞാൻ അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട, എന്തായാലും എൻ്റെ അമ്മയ്ക്ക് അസുഖങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ അമ്മ എപ്പോഴാണ് എൻ്റെ അമ്മയ്ക്ക് ഒരു ആഗ്രഹമുണ്ട് എനിക്ക് രണ്ടാമത് കല്യാണം കഴിച്ച് കാണണമെന്ന്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യപ്പെടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതേ സമയത്ത് ശരി, ഞാനത് സമ്മതിച്ചിരിക്കുന്നു, ശരണ്യ എന്നല്ലേ പേര് പറഞ്ഞത്, അപ്പോൾ ശരണ്യ എന്ന് ഞാൻ കഴുത്തിൽ താലി കെട്ടണം എന്ന് ശരണ്യ തീരുമാനിച്ചോ, ഞാൻ അതുപോലെ തന്നെ ചെയ്യാം എന്നൊക്കെ വിക്രം അങ്ങനെ വാക്ക് കൊടുക്കുകയും ചെയ്യാണ്. എങ്കിൽ ഉറപ്പിച്ചോ, നാളെ കോടതിയിൽ നിന്നും വെറുതെ വിട്ടയക്കും, എൻ്റെ അമ്മ മൊഴി മാറ്റി പറയും എന്ന് പറഞ്ഞ് വാക്കും കൊടുത്ത് ശരണ്യ അങ്ങനെ തിരിഞ്ഞു നിന്ന് ചിരിക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വിക്രത്തിന് ഒരുപാട് സന്തോഷമാവുകയും ചെയ്യാണ്. അതിനുശേഷം കാണിക്കുന്ന ഭാഗം നമ്മുടെ ശരണ്യ അങ്ങനെ ആലോചിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ദേവികാമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഞാൻ ചോദിച്ചതിനൊന്നും മറുപടി പറയാത്തത് എന്ന് ചോദിക്കുമ്പോൾ അമ്മ ചോദിച്ചത് ഇത്രയല്ലേ ഉള്ളൂ, എന്തിനാണ് അവനെ രക്ഷപ്പെടുത്തിയത് എന്നല്ലേ, അതിനൊരു കാരണമുണ്ട് അമ്മയെന്ന് പറയാണ്. അവൻ എന്തായാലും എൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ ഞാൻ അവനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ദേവികാമ്മ ഒന്ന് ഞെട്ടുന്നുണ്ട്, മോൾ എന്താ ഈ പറയണേ എന്ന് ചോദിക്കുകയാണ്. എന്തായാലും എൻ്റെ ദാമ്പത്യ ജീവിതം തകർന്നു നിൽക്കല്ലേ, അവനും അങ്ങനെ തന്നെയാണ്. അവനും ഒരു കോടീശ്വരിയായ ഒരു പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചത്, എന്നിട്ട് ആ ജീവിതം വേണ്ടെന്ന് വെച്ചതാണ് അവൻ. അപ്പോൾ അവൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ സമ്മതിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു കള്ളനായ ഒരു മരുമകനെ എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല മോളെ എന്ന് ദേവകിയമ്മ പറയുന്നുണ്ട്. അമ്മ വിഷമിക്കണ്ട, എന്തായാലും ഇതൊക്കെ എന്താണ് കാരണമെന്നുള്ള കാര്യമൊക്കെ ഞാൻ പിന്നീട് അമ്മയോട് പറഞ്ഞു തരാം എന്ന് നമ്മുടെ ശരണ്യ ദേവകി അമ്മയോട് പറയുകയും ചെയ്യാണ്. പിന്നീട് കാണിക്കുന്ന ഭാഗം എന്ന് വെച്ചാൽ വിക്രവും പ്രകാശനും കൂടി പുഴയോരത്ത് അങ്ങനെ നിൽക്കുകയാണ്. അതേ സമയത്ത് വിക്രത്തിനോടായിട്ട് പ്രകാശൻ പറയുന്നുണ്ട്, എടാ ഇനിയെങ്കിലും നീ നന്നായി ജീവിക്കാൻ നോക്ക്, നിന്നെ ഇപ്പോൾ ഈ കേസിൽ നിന്നൊക്കെ ഊരിക്കൊണ്ട് വന്നിട്ടുണ്ട്, എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായാണ് ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ എന്നെ പ്രകാശൻ പറയുന്നുണ്ട്. അതേ സമയത്ത് വിക്രം പറയാണ്, അച്ഛൻ എന്നെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കൊന്നും വേണ്ട, അതൊക്കെ എനിക്കറിയാം എൻ്റെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെയല്ലേ നീ ഇതിനു മുന്നും പറഞ്ഞിരുന്നത് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ വിക്രത്തിന് ദേഷ്യം വരുന്നുണ്ട്. വിക്രം പറയണം, എങ്കിലും ഒരു കാര്യം ചെയ്യും, അച്ഛനും എന്നെ കാണാൻ വരണ്ട എന്നെങ്ങനെ ദേഷ്യപ്പെട്ട് പറയാണ്. അതുകൊണ്ടല്ല മോനെ, ഇനിയെങ്കിലും നീ ഒരു മര്യാദക്ക് പണിയെടുത്ത് പൈസ ഉണ്ടാക്കി ജീവിക്കാൻ നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ വ്യക്തമായ ധാരണയുണ്ട്, എന്നെ ആലോചിച്ച് ആരും വിഷമിക്കേണ്ട, ഇനിയിപ്പം നിനക്ക് നിന്റെ വീട്ടിൽ കയറാൻ പറ്റില്ല, അവിടേക്ക് വരാൻ പറ്റില്ല, ആ രതീഷൊക്കെ നിന്നെ അവിടേക്ക് കയറ്റരുതെന്നാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പ്രകാശം പറയുമ്പോൾ അല്ലെങ്കിൽ ആരവിടേക്ക് വരാൻ പോകുന്നു എന്ന് വിക്രം ചോദിക്കുന്നുണ്ട്. എനിക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്, പിന്നെ നിന്റെ ചേച്ചിയും നിന്റെ അമ്മയും അവരൊക്കെ നീ ജയിലിലായതിൽ വലിയ സന്തോഷത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ട് പ്രകാശൻ. അവരൊക്കെ സന്തോഷിക്കട്ടെ എന്ന് വിക്രവും പറയാണ്. എൻ്റെ ജീവിതം നല്ല രീതിയിലാവുമ്പോൾ ഞാൻ അച്ഛനെയും അമ്മൂമ്മയെയും കൊണ്ടുപോയിക്കോളാം, അപ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിന്നും പോവുകയാണ്. നടന്നങ്ങനെ പുഴയോരത്ത് കൂടെ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ പ്രകാശൻ വിളിച്ച് പറയാണ്, മോനെ നീ ഇടയ്ക്ക് എന്നെ ഒന്ന് വിളിക്കണേ ഫോണിൽ എന്ന് പറയുമ്പോൾ ആ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട്. പിന്നീടാണെങ്കിൽ പ്രകാശൻ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ പ്രകാശൻ തനിയെ വരുന്നത് കാണുമ്പോൾ കാദംബരിയും രതീഷും പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ രതീഷ് പറയാണ്, എന്താവോ ഒറ്റയ്ക്കാണല്ലോ വരവ്, ജാമ്യം കിട്ടിയില്ലെന്ന് തോന്നുന്നുണ്ടടി എന്ന് പറയാണ്. അപ്പോൾ പ്രകാശൻ ചെറിയൊരു ചിരിയോടുകൂടി തന്നെയാണ് വരുന്നത്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്തായി മോന് ജാമ്യം കിട്ടിയില്ലല്ലേ, വീണ്ടും ജയിലിലേക്ക് പോയി അല്ലേ എന്നിങ്ങനെ രതീഷ് ചോദിക്കുന്ന സമയത്ത് അതാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് എനിക്കറിയാം, പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല, ദൈവം എൻ്റെ മോൻ്റെ കൂടെയാണ്, എൻ്റെ മോൻക്ക് ജാമ്യം കിട്ടി. ആ തള്ളയുണ്ടല്ലോ മാല പൊട്ടിച്ച ആ തള്ള, അവള് വാക്ക് മാറ്റി എൻ്റെ മോൻ അനുകൂലമായി മൊഴി കൊടുത്തു എന്ന് പറയുമ്പോൾ ഞെട്ടുന്നുണ്ട് രതീഷും കാദംബരിയും.
അതേ സമയത്ത് എന്നിട്ട് എന്താ അവൻ ഇവിടേക്ക് വരാഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയാണ്, എന്തിനാ ഇവിടേക്ക് വരുന്നത്? ഇവിടേക്ക് ജയിലിലായാലും അല്ലെങ്കിലും ഇവിടേക്ക് ഇനി വരരുതെന്നല്ലേ അവനോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് അവൻ ഇവിടേക്ക് വരാതെ അവൻ അവന്റെ ഇഷ്ടത്തിന് പോയി എന്ന് പറയുമ്പോൾ രതീഷ് ചോദിക്കുന്നുണ്ട്, എങ്കിൽ അവന് നിങ്ങളെയും ആ അമ്മൂമ്മയെയും കൊണ്ടുപോവായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പ്രകാശൻ രതീഷിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.